നിമിഷം പരവശം ചെറുചെറികളലിയും സ്വാദ് കൊതി പഴകി മുന്തിരിച്ചാറ് അത് കനവിൽ പടരും ചേല് പലതും രസകരം ഏറെ ഏറെ തോന്നല് തോന്നി നാവിൻ തുമ്പില്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തോന്നൽ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് തയ്യാറാവും. ഇനി നമ്മുടെ തോന്നൽ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഷേപ്പിലുള്ളൊരു മോൾഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഈ മോൾഡ് നന്നായിട്ട് ഓയിൽ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 120 ഗ്രാമിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ മിൽക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ബട്ടറും പകുതി ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഈ കൊക്കോ പൗഡറും കറുവപ്പട്ടയും കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും. ഇതിലേക്ക് മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും പൊടിച്ച പഞ്ചസാര തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത ശേഷം വീണ്ടും ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു മിക്സ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി വെച്ചിട്ട് വീണ്ടും 30 സെക്കൻഡോളം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ മിൽക്കും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ തടുത്തവയോ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ തടുത്തവയോ വെച്ചിട്ട് തന്നെ ഈ ഒരു കേക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ മോൾഡിലേക്ക് കുറച്ച് മൈദയും കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ഈ ഒരു കേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബട്ടറൊക്കെ ചേർത്തിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ നേരം വേണ്ടി വരും ബേക്ക് ആവാനായിട്ട്. മാക്സിമം ഒരു 40 മിനിറ്റിനുള്ളിലൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ബട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് മുകളിൽ കുറച്ച് ക്രാക്സ് ഒക്കെ വീഴും. അത് കാര്യം വെക്കണ്ട, നമ്മൾ നേരെ തിരിച്ചിട്ടിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ നല്ല ഡാർക്ക് കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ബട്ടറൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. സാധാരണ കേക്കിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള ഗനാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 50 ml വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാവും.
ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയ ശേഷം നമ്മുടെ കേക്കിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോന്നൽ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറീസും അതുപോലെ സ്ട്രോബെറീസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൗണീസൊക്കെ കഴിക്കില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ വരുന്നത്. ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവനില്ലാതെയും ബീറ്ററില്ലാതെയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തോന്നൽ കേക്കിൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്